9ാം ക്ലാസ്സിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ചാപ്റ്റർ ആയിരിക്കും ബയോളജിയിലെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, കാരണം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പഠിച്ചിട്ടാണല്ലോ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നൊക്കെ പറയുമ്പോൾ അതിൽ കുറേ രസകരമായുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു എൻ്റർടൈനിങ് ആയിരിക്കും. പക്ഷേ ക്ലാസിഫിക്കേഷൻ ഒരു പൊട്ട ചാപ്റ്ററാണ്. പക്ഷെ ഒന്നും ചെയ്യാല്ല, ദുആ ചെയ്യുക, നമ്മൾ പഠിക്കണം. അപ്പോൾ ആ ക്ലാസിഫിക്കേഷനിൽ തന്നെ ഏറ്റവും ഒരു പൊട്ട ടോപ്പിക്കാണ് ഇത് കിങ്ഡം പ്ലാന്റയുടെ ക്ലാസിഫിക്കേഷൻ. ആ പ്ലാന്റയുടെ ക്ലാസിഫിക്കേഷൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ മാറും. അത് മാറാതിരിക്കും ഒരു കിഡിലും ഐഡിയയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റയിൽ എത്ര ഡിവിഷൻ വരുന്നുണ്ടെന്നുള്ള നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. 5 ഡിവിഷനാണ് എന്ത് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റയിൽ വരുന്നത്. ഒന്നാമത്തത് ആൽഗെ, 2 ബ്രയോഫൈറ്റ, 3 ടെറിഡോഫൈറ്റ, 4 ജിംനോസ്പേംസ്, 5 ആൻജിയോസ്പേംസ്. അപ്പോൾ ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. ഒന്നുകൂടി പറയുള്ളൂ, ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. ഇനി അതിൽ എല്ലാവരുടെയും ഫീച്ചേഴ്സ് പഠിക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ, ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ ഇവരുടെ മൂന്നാളുടെയും ഫീച്ചേഴ്സ് ഒരു സെറ്റായിട്ട് പഠിക്കാം. പിന്നെ ജിംനോസ്പേംസിന്റെയും ആൻജിയോസ്പേംസിന്റെയും ഫീച്ചേഴ്സ് വേറെയും പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ ഇവരുടെ മൂന്നാളുടെയും ഫീച്ചേഴ്സ് പഠിക്കാൻ ഒരു ഐഡിയ ഉണ്ട്, കിഡിലൻ ഐഡിയ കേട്ടോ. അതായത് 4 കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, കുറേ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. 4 കാര്യങ്ങൾ. ഒന്ന്, വേർ സീൻ, ഇവരെവിടെ കാണുന്നു, വേർ ഇറ്റ് സീൻ, ഇവരെവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത്. 2, അവർക്ക് റൂട്ട് ഉണ്ടോ, സ്റ്റെം ഉണ്ടോ, ലീഫ് ഉണ്ടോ. അവർ പ്ലാന്റ്സ് ആണല്ലോ, അപ്പോൾ അവർക്ക് റൂട്ട് ഉണ്ടോ, സ്റ്റെം ഉണ്ടോ, ലീവ്സ് ഉണ്ടോ എന്നുള്ളതാണ് രണ്ടാമത് പഠിക്കേണ്ടത്. മൂന്നാമത്തത് അവരുടെ റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം ഏത് രീതിയിലാണ് എന്നുള്ളതാണ് മൂന്നാമത് പഠിക്കേണ്ടത്. 4മത്തത് അവർക്ക് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടോ, സംവഹന കലകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് 4മത് പഠിക്കേണ്ടത്. ഓക്കെ, നോക്കാം. ഒന്നാമത്തത് ആൽഗന്റെ കേസിൽ അവരെവിടെ കാണുന്നു എന്ന് ചോദിച്ചാൽ അവർ വാട്ടറിൽ കാണുന്നു, ജലത്തിൽ കാണുന്നു. എന്നാൽ ബ്രയോഫൈറ്റ് ആണെങ്കിലോ മോയിസ്റ്റ് സർഫസ്, ഈർപ്പമുള്ള പ്രതലങ്ങളിൽ കാണുന്നു. എന്നാൽ ടെറിഡോഫൈറ്റ് ആണെങ്കിലോ ടെറസ്ട്രിയൽ പ്ലാന്റ്സ്, അവർ കരസസ്യങ്ങൾ, അവർക്ക് അങ്ങനെ ഈർപ്പൊന്നും വേണ്ട, കരയിൽ എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് ആൽഗയ്ക്ക് റൂട്ട് സ്റ്റെം ലീവ്സ് ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോ, അവർക്ക് റൂട്ട് സ്റ്റെം ലീവ്സ് ഒന്നും ഇല്ല. എന്നാൽ ബ്രയോഫൈറ്റൊക്കെ എന്തുണ്ട്, അതുണ്ട്. അതേപോലെ തന്നെ ടെറിഡോഫൈറ്റക്കും അതെന്തുണ്ട്, ഉണ്ട്, റൂട്ട് സ്റ്റെം ലീവ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് റീപ്രൊഡക്ഷൻ. ആൽഗെ ആണെന്നുണ്ടെങ്കിൽ ആൽഗയുടെ റീപ്രൊഡക്ഷൻ ഏതാണ്, സെക്ഷലും ഉണ്ട്, അസെക്ഷലും ഉണ്ട്. എന്നാൽ ബ്രയോഫൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഗമേറ്റ്സും സ്പോർസും ആണ്, ഗാമേറ്റുകളിലൂടെയും സ്പോർസുകളിലൂടെയുമാണ്. എന്നാൽ ടെറിഡോഫൈറ്റയിലേക്ക് എത്തുമ്പോൾ അത് സ്പോർസ് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നു, അവശേഷിക്കുന്നു. സ്പോർസിലൂടെയാണ് ടെറിഡോഫൈറ്റിന്റെ റീപ്രൊഡക്ഷൻ വരുന്നത്. ഇനി അടുത്തത് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൽഗയ്ക്ക് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടോ, ഇല്ല, ആബ്സെന്റ് ആണ്. ബ്രയോഫൈറ്റയ്ക്ക് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടോ, ഇല്ല, അതിലും ആബ്സെന്റ് ആണ്. എന്നാൽ ടെറിഡോഫൈറ്റക്ക് ഉണ്ട്, ടെറിഡോഫൈറ്റക്ക് പ്രസന്റ് ആണ്. പക്ഷേ ടെറിഡോഫൈറ്റക്ക് ഒരു സിമ്പിൾ സ്ട്രക്ചറാണ്, ലളിത ഘടനയിലുള്ള ഒരു വാസ്കുലാർ ടിഷ്യൂസ് മാത്രമേ അതിൽ പ്രസന്റ് ആവുന്നുള്ളൂ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ആൽഗ പഠിക്കുകയാണെങ്കിൽ ആദ്യം ആൽഗ എവിടെ കാണുന്നു, വാട്ടറിൽ കാണുന്നു. റൂട്ട് സ്റ്റെമ്മും ലീഫ് ഉണ്ടോ, ഇല്ല. റീപ്രൊഡക്ഷൻ ഏതാണ്, സെക്ഷലും അസെക്ഷലും. പിന്നെ വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടോ, ഇല്ല, ആബ്സെന്റ് ആണ്. ഇനി അടുത്തത് ബ്രയോഫൈറ്റ് ചിന്തിക്കുക. ബ്രയോഫൈറ്റ് എവിടെ കാണുന്നു, നനഞ്ഞ പ്രതലങ്ങളിൽ കാണുന്നു. പിന്നെ അതേപോലെ തന്നെ റൂട്ട് സ്റ്റെമ്മും ലീഫ്സ് ഉണ്ടോ, ഉണ്ട്. പിന്നെ അതിന്റെ വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടോ, ഇല്ല, വാസ്കുലാർ ടിഷ്യൂസ് ആബ്സെന്റ്. റീപ്രൊഡക്ഷനിലൂടെയാണ്, ഗമേറ്റ്സിലൂടെയും സ്പോർസിലൂടെയും. പിന്നെ ടെറിഡോഫൈറ്റ് എവിടെ കാണുന്നു, കരയിൽ കാണുന്നു. റൂട്ട് സ്റ്റെമ്മും ലീഫ് ഉണ്ടോ, ഉണ്ട്. ഓക്കെ, റീപ്രൊഡക്ഷൻ ഏതാണ്, സ്പോർസ് മാത്രം. ഓക്കെ, വാസ്കുലർ ടിഷ്യൂസ് ഉണ്ടോ, ഉണ്ട്, പക്ഷെ ചെറിയ സ്ട്രക്ചറാണ്, സിമ്പിൾ സ്ട്രക്ചറാണ്. ഈ ഒരു രീതിയിൽ പഠിച്ചു വെച്ചാൽ ഇത് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്തതാണ് ഇത് ജിംനോസ്പേംസും ആൻജിയോസ്പേംസും. ഓക്കെ, ഇത് പഠിച്ചു വെക്കാൻ വേറൊരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് 3 കാര്യം പഠിച്ചാൽ മതി. മറ്റേടത്ത് 4 കാര്യം പഠിക്കണമായിരുന്നു, ഇവിടെ 3 കാര്യം പഠിച്ചാൽ മതി. ഒന്ന്, ഇതിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏത് എന്നുള്ളതാണ് ചോദ്യം. അതായത് ജിംനോസ്പേമിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏത്, ആൻജിയോസ്പേമിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏത്, അതാണ് ഒന്ന് പഠിക്കേണ്ടത്. 2, ഈസ് ഫ്രൂട്ട് കവേർഡ് സീഡ്, ഫ്രൂട്ട് സീഡിനെ കവർ ചെയ്യുന്നുണ്ടോ. അതായത് ഇത് വിത്താണെന്ന് വിചാരിക്കുക, ആ വിത്തിനെ കവർ ചെയ്തിട്ട് ഫലങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വിത്തിനെ പൊതിഞ്ഞ് ഫലങ്ങൾ കാണപ്പെടുന്നുണ്ടോ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചക്കച്ചോളൻ്റെ ഉള്ളിലല്ലേ വിത്ത് കിടക്കുന്നത്, എന്ന് വെച്ചാൽ ആ വിത്തിനെ പൊതിഞ്ഞിട്ട് എന്തുണ്ട്, ചക്കച്ചോളയുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ മാംഗോൻ്റെ വിത്തോടെ കിടക്കുന്നത് ആ ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്, എന്ന് വെച്ചാൽ ആ വിത്തിനെ പൊതിഞ്ഞിട്ട് എന്തുണ്ട്, ഫ്രൂട്ട് ഉണ്ട്, മാംഗോയുണ്ട്. അങ്ങനെ ഉള്ള പ്ലാന്റ്സ് ഉണ്ട്, ഇല്ലാത്ത പ്ലാന്റ്സ് ഉണ്ട്, അതാണ് ചോദ്യം. ഓക്കെ, പിന്നെ അടുത്തത് വാസ്കുലാർ ടിഷ്യൂസ് പ്രസന്റ് ആണോ അല്ല എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ജിംനോസ്പേംസിന്റെ കേസ് പഠിക്കാം. ജിംനോസ്പേംസിലെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്, കോണുകളാണ്, കോൺസ്. ഓക്കെ, പിന്നെ ഈ ഫ്രൂട്ട് കവേർഡ് സീഡ്, ഫ്രൂട്ട് സീഡിനെ കവർ ചെയ്തിട്ടുണ്ടോ. ഇത് സീഡാണെങ്കിൽ ആ സീഡിനെ ഫ്രൂട്ട് കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇല്ല എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, പിന്നെ വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടോ, ഉണ്ട്. വാസ്കുലാർ ടിഷ്യൂസ് ടെറിഡോഫൈറ്റയിൽ വരെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെ ഉണ്ടാവും, ജിംനോസ്പേംസിൽ ഉണ്ടാവും. പക്ഷെ അവിടെ എന്തില്ല, സൈലം ആബ്സെന്റ് ആണ്. സൈലം അങ്ങനെ എല്ലാ ലൊട്ടിലൊടുക്ക് സ്ഥലങ്ങളിലൊന്നും ഉണ്ടാവില്ല, സൈലം സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, സൈലം ആബ്സെന്റ് ആണ്.
ആണ്. ഇന്ന് ഞാൻ അടുത്തത് ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്? ഫ്ലവർ ആണ്, പൂവാണ്. മറ്റേതിന്റെ എന്തായിരുന്നു? കോണായിരുന്നു. പിന്നെ ഫ്രൂട്ട്, ഇതാ സീഡിനെ കവർ ചെയ്തിട്ട് ഫ്രൂട്ട് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സീഡിനെ കവർ ചെയ്തിട്ട് ഇവിടെ ഫ്രൂട്ട് ഉണ്ട്. യെസ്. പിന്നെ ഇവിടെ വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ടോ? വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്, അതിലൊരു ഡൗട്ടും ഇല്ല, കാരണം അത് ടെറിഡോഫൈറ്റിൽ വരെ ഉണ്ട്. പക്ഷേ ടെറിഡോഫൈറ്റിൽ സിമ്പിൾ സ്ട്രക്ചറാണ്. ജിംനോസ്പേംസിലുണ്ട്, പക്ഷേ ജിംനോസ്പേമിന് എന്തില്ല? സൈലമില്ല. പക്ഷേ ആൻജിയോസ്പേംസിൽ വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട് എന്ന് മാത്രമല്ല അവിടെ സൈലവും ട്രക്കീഡ്സും എല്ലാം പ്രസന്റ് ആണ്. ഈ ഒരു രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പോൾ ജിംനോസ്പേംസിന്റെ 3 പ്രത്യേകതകൾ. ഒന്ന് ഇതിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് കോണ്, പിന്നെ സീഡിനെ കവർ ചെയ്തിട്ട് ഫ്രൂട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. പിന്നെ വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്, പക്ഷേ സൈലല്ല. പിന്നെ അടുത്തത് ആൻജിയോസ്പേംസ്, റീപ്രൊഡക്റ്റീവ് പാർട്ട് ഫ്ലവർ, പിന്നെ സീഡിനെ കവർ ചെയ്തിട്ട് ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ മാംഗോ, ചക്ക, അതൊക്കെ സീഡിനെ കവർ ചെയ്തിട്ട് ഫ്രൂട്ട് ഉണ്ട്, അതൊക്കെയാണ്. പിന്നെ വാസ്കുലാർ ടിഷ്യൂസും ഉണ്ട്, കാരണം എന്താണ്? സൈലവും ട്രക്കീഡ്സും എല്ലാം ഉണ്ട്. ഏറ്റവും അഡ്വാൻസ്ഡ് പ്ലാന്റ് ആണ് ഇത് ആൻജിയോസ്പേംസ്. ഏറ്റവും ലോ ലെവൽ പ്ലാന്റ് ആണ് ഇത് ആൽഗെ, കാരണം ആൽഗയ്ക്ക് എന്തില്ല? റൂട്ടും സ്റ്റെമ്മും ലീവ്സും പോലും ഇല്ല, ആകെ ഒരു ഒറ്റ ബോഡി സ്ട്രക്ചറാണ്. ആ ബോഡി സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അത് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നത്, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ, നിങ്ങൾക്ക് അറിവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം സ്കിപ്പ് അടിച്ചതാണ്. അത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. സി യു സൂൺ. വീണ്ടും കാണാൻ നിങ്ങളുടെ സ്വന്തം അറക്കൽ.